വേറെല്ലല്ലോ ലെങ്കോട്ടി. ഓക്കെ, സ്ത്രീകളൊന്നും ഇരുന്നാലും നമുക്ക് വേഗം ഒപ്പിക്കാം. ഇത് മതി, ഇത് വെക്കാം. നമുക്ക് വേറെ പീസ് എടുക്കാം. ഇരുന്നാ മോനെ ഒന്നും ഇങ്ങോട്ട് വാ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 1-2 ചെറുപ്പക്കാരും വാ. ബാബാ ബാബാ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഇരുന്നത്. നിങ്ങളൊന്നും ഒരു കുളിപ്പിക്കൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാ? സ്ത്രീകളെന്ന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ കുളിപ്പിച്ച് നോക്കിയിട്ട് പ്രയാസം തോന്നാ? നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയോ? കുളിപ്പിക്കൽ കഫൻ ചെയ്യൽ ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. തുണിയൊക്കെ സെറ്റ് ചെയ്തപ്പോഴേക്ക് മഴ ചെയ്തില്ലേ? ഇനി ചിലപ്പം പഠിക്കും. നിങ്ങൾ കുറച്ചാൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ കൊടുക്കാൻ കഴിയും. ഓക്കെ, വാ വാ നേരത്തെ വന്നോനെ. മോനെ ഇങ്ങ് വാ, ഒരാളിങ്ങ് വാ. ഇല്ല വേണ്ട, ഒരു ബെൽറ്റാണല്ലേ തലവിട. ഞാൻ എപ്പോൾ മയ്യത്തിൻ്റെ അടുത്ത കയ്യിൻ്റെ ഭാഗത്താണ് നിൽക്കുക. കുളിപ്പിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ മനസ്സിലാകണം, കട്ടിൽ വലത്തോട്ട് കുറച്ച് അടുപ്പിച്ചിടുക. എടുത്താൽ കൂടുതൽ സൽമാണ്ടി. നമ്മളെവിടെ പോയി കുളിപ്പിക്കാനോ ഇവിടെ പോയി കഫൻ ചെയ്യാനോ ഒന്നും നമുക്ക് ആവില്ല. ഇതാവില്ല. ഇവിടുന്ന് ഒരു മുഖം ഒതുപിടിപ്പിച്ച് കൊടുക്കാൻ ഒന്നും ആവില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഏത് വർക്കും നടക്കും. ഈ ഭാഗത്ത് നമ്മൾ ചാരിയൊക്കെ ഇരുത്താനൊക്കെ നമുക്ക് ഇമ്പാത്താ. ആ ഭാഗത്ത് നിന്ന് നടക്കൂല. മാറി നിന്ന് പോയാൽ കുറേ ഒരു ഏല് കിട്ടൂല. മനസ്സിലാകുന്ന നിൽക്കുന്ന സ്ഥലം പോലും തേങ്ങ ഉരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ നമുക്ക് മിഷന് ഇങ്ങനെ ഉരിക്കാനാവുക. തേങ്ങ ചിരണ്ടണമെങ്കിൽ വെക്കേണ്ട സ്ഥലത്തല്ലേ വെക്കാനാവും. മറുഭാഗം നിങ്ങൾക്ക് ആവുക. അപ്പം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആദ്യം ചിന്തിക്കണോ ഏത് ഭാഗത്ത് നിൽക്കണോ, ഇടത്തെ കൈ ഏടാണോ വരുന്നത് ആടെ കുളിപ്പിക്കാനും വായിച്ച. ഓക്കെ, ഞാൻ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. സ്ത്രീനാണ് സ്ത്രീൻ്റെ, പുരുഷനാണ് പുരുഷൻ്റെ എന്ന് പറയും. ഞാനിപ്പോൾ ലെങ്കോട്ടി നേരത്തെ ഉണ്ടാക്കിയെങ്കിലും ആ മഴയത്ത് ആരും കണ്ടില്ല. ഇപ്പം ഞാൻ പുതിയൊരു ലെങ്കോട്ടി ഉണ്ടാക്കുക. നമ്മളെ കത്രിക മേലുണ്ട്, നിങ്ങൾ കയറിക്കോളൂ ആച്ചിക്ക. നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കോളൂ ആച്ചിക്ക. കത്രിക എടുത്തോളൂ, മേലുണ്ടെങ്കിൽ കത്രിക ബാക്കി അടച്ചോളൂ. ഇത് വിളിച്ചോളൂ. ലെങ്കോട്ട് ഉണ്ടാക്കുന്ന രൂപം ഒരു കഫംപുടൻ്റെ വീതി ഉണ്ടാവും. ഇങ്ങനെ ആ വീതിയാണ് ലെങ്കോട്ടിൻ്റെ നീളം. നമ്മൾ പുതിയ കഫംപുട ഉണ്ടാവില്ലേ, ഒരു 40 സെൻറ്റിമീറ്റർ ഉണ്ടാവും, 50 വരെ. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? തുണി മനസ്സിലായ? ഇതേതാ ഇതിൻ്റെ നീളം? കഫംപുടൻ്റെ വീതി. കരയൊന്നും വേണ്ടേ. ഇത് ഞാൻ പറിക്കുന്നില്ല, ഇത് കരയുള്ളതുകൊണ്ടാ. ഇത്ര കീറി. ഇതിങ്ങനെ കീറാൻ കിട്ടൂല. ഇത് പയമുണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ കത്രിക തന്നെ വേണോ. ഇത്ര കീറി. ഇപ്പം കൂടുതൽ കീറിയോ കുറച്ച് കീറിയോ? കുറച്ചുകൂടി കീറാമെന്ന് തോന്നാ. കുറച്ചുകൂടി വലിച്ചോ. ഒരു 40% കീറിക്കോ, 60 കീറണ്ട. ഓക്കെ, ഇപ്പം ഏതാണ്ടായല്ലോ പോരെ. ഇപ്പം വിവിധ രൂപത്തിൽ ഉണ്ടാക്കുക. ഇതൊരു എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വലിച്ചാൽ കീറിപ്പോകുന്നതിന് ഇവിടെ വേണമെങ്കിൽ ഒരു കെട്ട് കൊടുക്കുക. ഇങ്ങനെ കൂട്ടിയിട്ട് കെട്ട് കൊടുത്താൽ പിന്നെ അങ്ങോട്ട് പോകില്ല. ഇങ്ങനെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്താൽ ഒരു കെട്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കെട്ടി എങ്ങനെയാണ്? ഇവിടെ എന്ത് ചെയ്യുക വേണമെങ്കിൽ ഇങ്ങനെ ഒരു കെട്ട് കൊടുത്താൽ തുണിക്ക് കൂട്ടി കെട്ടണേ. ഇനി അങ്ങോട്ട് കീറൂല. ഇതിവിടെ കീറിപ്പോയിക്ക്, കെട്ടിൽ പെട്ടുപോയിക്ക്. ഇനി വലിച്ചാൽ പോവില്ല. കെട്ടിയില്ലെങ്കിലോ നമ്മൾ ടൈറ്റാക്കി വലിച്ചാൽ ഇപ്പം അങ്ങോട്ട്. ഇത് മനസ്സിലായ? സ്ത്രീകൾക്ക് ഇവിടെ സൗകര്യമുണ്ട്. മക്കൾ വേണം എണീറ്റ് തരും, ഇവിടെ ഇരുന്ന് തരും. കാണാത്തവർക്ക് കിട്ടും. നിങ്ങൾ ആദ്യം കാണുന്നതിനൊരു പ്രശ്നമില്ല. കാണാത്തവർ ഇവിടെ വന്നോളൂ. ഓരോന്നും ഓരോ വിഷയമാണ്. ഇത് സ്ത്രീക്കാണോ പുരുഷനാണോ ലെങ്കോട്ടി? ഇത് സ്ത്രീ പഞ്ഞി വെച്ച് കെട്ടുന്ന ആർക്ക്? ആണിനോ പെണ്ണിനോ? രണ്ടാക്കും ഉണ്ട്. കുളിപ്പിച്ച് കഴിഞ്ഞ് ഒരു വെള്ള തുണി മേലിട്ടതാണ്. ആദ്യം നമ്മൾ കുളിപ്പരേന്ന് എന്നെ ഒക്കെ അടിക്കുന്നത്. റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും അഭിപ്രായം ഒന്നും പറയണ്ട. ഇവിടുന്ന് എന്നാ സുഖം. ഞാൻ ചെയ്തോട്ടെ. നല്ല ലെങ്കോട്ടി കെട്ടട്ടെ. കാൽമുട്ട് ഒന്നിങ്ങനെ മടക്കി വെച്ച്, എന്നിട്ട് മേലെ മുണ്ട് ഒഴിവാക്കരുതേ. ഞാനെന്താ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അതിനാ ഇങ്ങനെ വെച്ചു. ചെറിയ പീസ് മേലെ, ഇതാ വലിയ പീസ് അടിയിലും. എന്നിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ചുരുട്ടിയാലും പ്രശ്നമില്ല. എന്നിട്ട് ഇവിടെ വെച്ചു കൊടുത്ത് മേലേക്ക് ഉള്ള ഭാഗം മേലേക്ക് വലിച്ച് പകുതി കാണുന്നുണ്ട് നിങ്ങളെ. ഇതിങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ കയറ്റുക. ഇവിടെ വരെ കയറും. ഇവിടുന്ന് ഇങ്ങോട്ട് കയറുവാ? ഇല്ലല്ലോ. ഇവിടെ ഒന്നാട് കെട്ടിയിട്ടേക്ക് ജസ്റ്റ്. പിന്നെ നാളെ തിരഞ്ഞാൽ കാണൂല. ഒന്ന് വെറുതെ കെട്ടിയിട്ടാൽ മതി. മുണ്ടിൻ്റെ ഇവിടെ മുണ്ടുണ്ട്, മനസ്സിലാവുന്നോ? ഒന്ന് ഇങ്ങോട്ട് നീർത്തി വെക്കുക. ബാക്കി വലിയ പീസ് അടിയിലോ ചെറിയ പീസ് മേലെയായിട്ട് ഇങ്ങനെ കിടക്കൂ.
ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇവിടെ വെച്ചിട്ട് കാല് പൊന്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ച് കയറ്റിയാലും മതി. തിരിഞ്ഞോ? ഇങ്ങനെ കാല് പൊക്കി പിടിക്കുക, അടിയിൽ വെക്കുക, രണ്ട് നാടയും പിടിച്ച് കാലൊന്നും അങ്ങനെ വെച്ചാൽ, കാലിങ്ങനെ തന്നെ വെച്ചാൽ ഒന്ന് പൊക്കി വെച്ച കാലൊന്ന് പൊക്കിയ, ഇങ്ങനല്ല ഇങ്ങനെ ഒന്ന് പൊക്കിയ, ഇങ്ങനെ വെച്ച ഒരാൾ പിടിച്ച് മയ്യത്തിൻ്റെ കാല്. എന്നിട്ട് നമ്മൾ ഈ തുണി എന്ത് ചെയ്തു, ഇങ്ങനെ അടിയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചാലും മതി. എന്നിട്ട് കാല് വെക്കുമ്പോൾ എന്ത് ചെയ്യണോ, അകറ്റി വെക്കണം, തുണിയിൽ വെക്കരുത്. തുണി ഇവിടെ ഫ്രീയാ. ചെറിയ തുണി അവിടെ വരേണ്ട, വലിയ തുണി താഴെ വരേണ്ട. മനസ്സിലാവുന്നോ? എന്നിട്ട് നമ്മൾ നേരത്തൊക്കെ ചെയ്തതല്ല, മയ്യത്തം ചരിച്ച് വെച്ചിട്ട് ഇവിടെയും കയറ്റുക, ഇവിടെയും കയറ്റുക. അപ്പം മേലെ മുണ്ട് വെച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പ്രയാസം ഉണ്ടാവുമോ? ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കയറ്റിക്കൂടെ? ഇന്ന് ആടെന്ത് ചെയ്യുക, നമ്മൾ കാണാതായി പോകുന്നതിന് ജസ്റ്റ് ഇവിടെ ഒന്ന് കെട്ടിയിട്ടേക്കുക, പിന്നെ കിടക്കേണ്ടിയുണ്ട്. എന്നിട്ട് കാൽ മുണ്ട് വെച്ചിട്ട് മടക്കി വെക്കുക. മടക്ക് അല്ല ഈ മാസിലടിപ്പിക്കല്ല, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഉണ്ടാവും. മുണ്ട് ഒഴിവാക്കരുത്. ഇങ്ങനെ വെച്ചാൽ ഇവിടെയാണ് പഞ്ഞി വെക്കേണ്ടത്. ഇതിലെ മുണ്ടുള്ളതുകൊണ്ട് കയ്യിലിടാനാവില്ല, കൈയിടാനാവില്ല. ആവുക ഇല്ല. പഞ്ഞിയൊക്കെ ഇവിടെ ഉണ്ട്, നേരെ എടുക്കാൻ. പഞ്ഞി എടുത്തിട്ട് ഇതൊരു പഞ്ഞി കുറച്ച് വീതിയിലെടുക്കുക. പഞ്ഞി പരുത്തി തന്നെ എടുക്കണേ. ഇനി കോട്ടൺ തുണി ഞാൻ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പഞ്ഞി എടുക്കുക, ഇങ്ങനെ വെച്ച് പഞ്ഞി സുഗന്ധം ഉപയോഗിച്ച് ഇതിലെ പോവുക. കൈ ഇതിലെ പോവുക. എന്താ കാരണം? മുണ്ടില്ലേ ഇതിലെ പോവോ? എന്തായാലും മുണ്ടാത്ത ഇതിലേ പോവില്ല. കാലിനടിയിൽ കൂടി പോവില്ല. കൊണ്ടുപോയിട്ട് ഈ പിൻദ്വാരത്തിൽ ഉള്ളിലേക്ക് കയറ്റാതെ അമർത്തിയിട്ടാണ് വെക്കുക. പഞ്ഞി അത്യാവശ്യം നല്ലോണം മലൻ ഇങ്ങോട്ട് വരാറുത്. ആ ഉദ്ദേശം ഉള്ളിലേക്ക് കയറ്റണ്ട, അമർത്തിയാണ് വെക്കുക. ഈ കൈ കൊണ്ട് മുണ്ടിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൈയിടുക. അപ്പോൾ ഗുയ്യസ്ഥാനം തൊട്ടു പോകും. ഇങ്ങനെ ഇടുമ്പോൾ തൊട്ടു പോവില്ലേ? ഒരു ഗ്ലൗസ് ഇടുക, എന്നിട്ട് നിങ്ങൾ ഇടുക. എന്നിട്ട് ഇതിനെ ഗ്ലൗസ് ഇട്ട് പിടിച്ചിട്ട് ഈ പഞ്ഞിനെ ഇങ്ങോട്ട് അമർത്തി അങ്ങ് വെച്ചേക്കുക. മുൻദ്വാരോ പിൻദ്വാരോ പഞ്ഞി വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് മനസ്സിലായോ? കാൽമുട്ടൊക്കെ മടക്കിക്കളയുക. എന്നിട്ട് നേരത്തെ നാടെടുത്ത് പുറത്ത് കെട്ടുക. വലിക്കും തോറും എന്താവും? പിൻദ്വാരത്തിന് ടൈറ്റ് വരും. വലിക്കും തോറും പിൻദ്വാരത്തിന് മടക്കിയിട്ടേക്കുക. ഇപ്പം എന്ത് ചെയ്തു? പഞ്ഞി വെച്ച് കെട്ടി നല്ലതുപോലെ ഇവിടെയും വെച്ചു, ബേക്കിലും വെച്ചു. ഇനി നമ്മൾ കുടിപ്പിക്കേണ്ടി എന്താ? അടുത്ത അരമുണ്ട്. ഒറ്റക്ക് പോലും ചെയ്യാം. അരമുണ്ട് അടുപ്പില്ല. ഇനി നമ്മൾ നേരത്തെ റൗണ്ടാക്കി വെച്ച്, വീതിയിൽ റൗണ്ടാക്കി വെച്ച് ഒരു പണിയുമില്ല. ഇങ്ങനെ വെക്കുക. പൊക്കലിൻ്റെ ഇടയിൽ മുട്ടിൻ്റെ താഴോട്ട് ഇത് അത്ര ഉണ്ട് മതി. പൊക്കിൻ്റെ മേലോട്ട് ഇത്ര ഉണ്ട്. കൂടുതൽ മേലോട്ടാടേണ്ടി. കാരണം ഇവിടെ ചുരുട്ടി പോവുക. ഇവിടെ ചുരുട്ടൂല. ഇവിടെ നിർത്താൻ വേണ്ടി ചുരുട്ടൂലേ? അപ്പോൾ കുറേ കുറഞ്ഞു പോവും. പരമാവധി മേലോട്ടിടുക. എന്നിട്ട് ഒറ്റക്ക് പോലും ചെയ്യുക. ഇവിടെ ഇത്ര പോലെ കരിക്കുക, ഇത്ര പോലെ അങ്ങോട്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് ഒന്നുമില്ല. മയ്യത്തിന് ഇങ്ങനെ വെച്ചിട്ട് ആ മയ്യത്തിനൊന്ന് സ്നേഹാദരവുകളോടൊന്ന് പിടിച്ചു കൊടുത്തായി പോയിക്കോളൂ. പോയി ഇവിടെ എത്തി. ഇതിങ്ങനെ വെച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങ് എടുക്കുക. കാണുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യണ്ട. മരിച്ച കഥാർത്ഥിയില്ലേ? ഞാൻ കിടന്നോ? സപ്പോർട്ട് വേണ്ട. എളുപ്പമല്ലേ കരിയാടി? പ്രയാസമുണ്ടാ? ഇല്ല. ഇത് കുറച്ചുകൂടെ അധികം ഉണ്ട്. പ്രശ്നമില്ല. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റാൻ ആദ്യം. പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു തർക്കം ഉണ്ടക്കാ. എന്താ പ്രശ്നം? എന്താ ഇവിടെ തർക്കം? ഒരു തർക്കമുണ്ട് ഇവിടെ. എന്താ ഇതിങ്ങനെ എന്നുള്ളൊരു എന്താ ചെയ്യുക? നിസ്കരിക്കാനൊന്ന് കയ്യട്ടിച്ച് നോക്കാം. മയ്യത്തിനാ എടുത്തത് വലുത്ത്. ഓക്കെ, എടുത്തത് വലുത്തത്. ഓക്കെ, ഏതാ വെച്ചാൽ എടുത്തത് വലുത്തത്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ വലുത്തും എടുത്തും നോക്കണ്ട. നിങ്ങൾ കയ്യട്ടിച്ച് നോക്കിയിട്ട് എങ്ങനെയാ കൈ വന്ന് നോക്കുക. അങ്ങനെ എന്നെ തുണിയും വെക്കുക. പ്രശ്നം തീർന്നാ? ഇത് ടൈറ്റ് ആക്കുന്നതിന് മുമ്പ് ഇതങ്ങ് വലിച്ചാളുക. ഏത് മുണ്ടില്ലേ? സ്ത്രീകളാണെങ്കിൽ മേലോട്ട് വലിക്കുക. എന്നിട്ട് മാറിടത്തിലേക്ക് ഇട്ടേക്കുക. ഇവിടെ ഇട്ടേക്കുക. പുരുഷനാണെങ്കിലോ താഴോട്ട് വലിക്കുക. തിരിഞ്ഞോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, വലിച്ചാട് വെക്കുക. ഇതിപ്പം ചെയ്യും. എന്നിട്ട് രണ്ട് ചൊറയില്ലേ മേലത്തെ അങ്ങോട്ട് മാറ്റി
ഇങ്ങനെ പിടിക്കുക. ചെയ്തു നോക്കണേ വീട്ടിൽ പോയിട്ടെങ്കിലും മറന്നു പോയാ. ഇതൊന്നുമല്ല ക്ലാസ് കേട്ടോ. ക്ലാസ് ഏതാ? നിങ്ങൾ ചെയ്തു നോക്കലാണേ ക്ലാസ്. അതിന് മഴ ഇപ്പോൾ നമുക്ക് സമയം ഉണ്ടോ നോക്കുക. ഇത് പ്രയാസം ഉണ്ടാ? ഇപ്പം ഞാൻ പ്രയാസം നേരിട്ട് എനിക്ക് കാണുന്ന നിങ്ങൾക്കല്ല, എനിക്കെന്തോണ്ടാ ഇല്ല. ഇപ്പം ഏകദേശം പ്രയാസം ഉണ്ടല്ലേ? ഇപ്പം പ്രയാസമല്ലേ? മൈക്ക് വെക്കണ്ടല്ലോ. ഇങ്ങനെ മതി. അങ്ങ് കേൾക്കുന്നുണ്ടാ? ഇപ്പം പ്രയാസം ഉണ്ടാ? അല്ല ഇപ്പം അത് പ്രയാസം ഉണ്ടോ? അല്ലേ ഉണ്ട്. അതാ നിർത്തി. ഇതാകുന്നില്ല നോക്കനി. ഇങ്ങനെ വെക്കുക. ചരിച്ചു വെക്കും. ഇവിടെ കുടുങ്ങി. അതാ നിങ്ങൾ ആടെ കളിച്ചിട്ട് കാര്യമല്ല. ഇവിടെ കുടുങ്ങി കിടക്കുക. ഇങ്ങനെ എത്ര കിട്ടും മതി. അങ്ങോട്ട് ചരിക്കുക. ഇവിടെയും കിട്ടൂ. എന്ത് ചെയ്യൂ? ഇങ്ങ് പോരൂ. പരമാവധി ഇങ്ങ് പോരൂ. കിട്ടുന്നത് പറയാനത്തെ. എനിക്ക് കിട്ടൂല. മതി. ഒന്നും ചരിച്ചു വെക്കുക. കുറേ ഇങ്ങ് പോരൂ. ഇത് വേഗം കഴിയൂലേ? 2 മിനിറ്റ് കൊണ്ട് കഴിയൂലേ? എന്നിട്ട് മയ്യത്തിന് ഇങ്ങനെ കിട്ടും. ഒന്ന് ചരിച്ചു വെക്കാം. എന്നിട്ട് ബാക്കിൽ വെക്കണ പറയുന്നത് വൈക്കാളെ നല്ല ഇങ്ങോട്ട് കിട്ടും. ഇവിടെ കുടുങ്ങി കണ്ടിട്ടുണ്ടാവും. നീളം ഉണ്ടാവില്ല. വൈക്കാൾ കിട്ടും. മുടി മൂന്നായിട്ട് വെക്കുക മുടി. എന്നിട്ട് അത് താഴോട്ട് ഇട്ടിട്ട് തലിൻ്റെ അടിയിലേക്ക് വെക്കുക. ചരിച്ച് വെക്കുമ്പോൾ അങ്ങ് വെക്കുക. എന്നിട്ട് മക്കന മുഖം മാത്രം എടുക്കുക. അങ്ങ് ഇടിയിക്കുക. മുഖം ഇടിച്ചാൽ മതി. തല പൊക്കി പിടിക്കുക. ഇങ്ങോട്ടങ്ങ് ആക്കുക. മക്കന ഉള്ളിലോ പുറത്തോ? യാത്ര പോകല്ലേ? പുറത്തിടീക്ക്. ഓല് പോകുന്നല്ലേ? നിക്കരിക്കാൻ പോകുന്നതാണോ? നമ്മളല്ലേ നിക്കരിക്കുന്നത്? മയ്യത്ത നമ്മളല്ലേ? മതി. അടുത്ത എന്താ? അടുത്ത എന്താ? 3 തുണി. അല്ല സ്ത്രീക്ക് 2
അസ്സലാമു അലൈക്കും. ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ പഠിക്കാൻ ഇടയായി. എനിക്ക് ഹോസ്പിറ്റലിൽ കേസുള്ളതുകൊണ്ട് 1 മണിക്കാണ് എത്താൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ക്ലാസ് എടുത്ത് തന്ന നിസാമി ഉസ്താദിന് എല്ലാവിധ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ക്ലാസ് എല്ലാവർക്കും എടുത്തു കൊടുക്കുവാനുള്ള തൗഫീക്കും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണിത്. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളും ദൂര സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പം ആളില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്ന രീതിയിലാണ് ഇത് പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം കാണിച്ചു തന്നത്. അതുകൊണ്ട് ഒരുപാട് അറിവുകൾ ഇന്ന് പുതുതായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എല്ലാവരും പരമാവധി ജീവിതത്തിൽ പകർത്തണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു വേദി ഒരുക്കി തന്ന പള്ളി കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ദീർഘകാലം നമുക്ക് വേണ്ടി ഇനിയും ക്ലാസ് എടുത്തു തരാൻ അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഹാജിക്ക പറയുന്ന ഒരു വാക്ക്, ഒറ്റ വാക്ക് വരി, ഒരു സന്തോഷം. വേറെ ആരെന്നാ ദുആ ചെയ്യാലല്ലേ? പുറത്തുനിന്ന് വന്ന 1-2 സഹോദരിമാരുണ്ട്. ഒരു പോയാ പുറത്തുനിന്ന് ക്ലാസ്സിന് വന്നോല് പോയാ ഒരുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത് 100ാമത്തെ ബാച്ചാണ് അൽഹംദുലില്ലാഹ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഒരു ബാച്ചിൽ ചുരുങ്ങിയ 100 ആളുണ്ടാവും. 100ാമത്തെ ബാച്ചാപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ഫീൽഡിലുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടിട്ട്. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ സിസ്റ്റത്തിലുണ്ട്. രാത്രിയാണത് 8:45 മുതൽ 10 മണി വരെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. 15-14 ക്ലാസ് ഉണ്ടാവും ഒരു ബാച്ചിന്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചും ചെയ്ത് അയച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ്. സ്ത്രീകളായ അഡ്മിന്മാരുണ്ടാവും, അവർ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. എല്ലാം അൽഹംദുലില്ലാഹ് ഒരു ഫീ കൊടുത്തുകൊണ്ട് മറ്റൊന്നുമല്ല. ആരെങ്കിലും ഉസ്താദായിട്ടോ മറ്റോ ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കും, കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയും കൂടുതൽ പഠിക്കേണ്ടവർക്ക് എല്ലാ മസാലകളും മെസ്സേജുകളായും മറ്റും വീഡിയോസ് ഓഡിയോസായിട്ട് അവിടെ കിട്ടുന്ന കൂട്ടത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഹയർ പഠനത്തിന് ഓർമ്മപ്പെടുത്തിയാണ്. എന്നാൽ ദുആ ചെയ്യാൻ ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒത്തുകൂടിയത് നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. രാവിലെ മുതൽ ഈ സമയം വരെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വല്ലാത്ത സഹായം മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിൽ വളരെ മനോഹരമായി ഇവിടെ ക്ലാസ് നടത്തി തന്ന ബഹുമാനപ്പെട്ട നിസാർ നിലാമി, അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച കമ്മിറ്റി ഭാരവാഹികൾ, ഇതിൽ പങ്കെടുത്ത സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അതുപോലെ തന്നെ പ്രവാസ ലോകത്തും വിദേശത്തും അതേപോലെ തന്നെ നാട്ടിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ, ചെറുപ്പക്കാർ, ഇതിനു വേണ്ടി സഹകരിച്ച നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ എല്ലാവർക്കും റഹ്മാനായ റബ്ബ് മുന്തിയ ജസ നൽകുമാറാവട്ടെ. നമ്മുടെ പ്രദേശത്തിന്റെ വെളിച്ചമാണ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ. നമ്മുടെ ദർസ് പള്ളിയിൽ 25 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. SSLCയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള ട്യൂഷൻ ക്ലാസ് നൽകപ്പെടുന്നുണ്ട്. 8:30 മണി മുതൽ 9 മണി വരെ അവർക്ക് ദർസ് പഠനമുണ്ട്. മഗ്രിബ് ഇശാഇന്റെ ഇടയിലും ഇശാഇന് ശേഷവും പ്രത്യേകമായ ഇവിടെ നടന്ന പോലെയുള്ള പ്രാക്ടിക്കൽ സമ്പൂർണമായ വുളൂഅ്, അതുപോലെ തന്നെ തയമ്മുമ്, നിസ്കാരം, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഘട്ടം ഘട്ടമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളും ഇവിടെ ദർസിൽ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിയുമായി ആലോചിച്ചുകൊണ്ട്
അവരുടെ അവരുടെ സമ്മതത്തോടുകൂടി ഇൻഷാ അള്ളാഹ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുവാനും പ്രിയപ്പെട്ട സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിലക്കുള്ള മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വഇലാ ഹളറത്ത് സയ്യിദനാ വഹബീബനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലുൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. തങ്ങളോട് പോയി തങ്ങൾ ഒന്നുകൂടി സ്റ്റേജിമൊക്കെ ഇരുന്നാലും സന്തോഷമാണ്. ദ്വാരക്കണ്ട ഞങ്ങൾ ഇരുന്നാൽ തങ്ങന്മാർ അത് അങ്ങനെ ഒരു സന്തോഷമല്ലേ. നാടിനെപ്പോൾ ഒരു ഹിമായത്താ തങ്ങന്മാർ. അള്ളാഹു താല കൂട്ടത്തിൽ നൂഹ് നബിൻ്റെ കപ്പൽ പോലെ എന്ന് പറഞ്ഞാൽ കയറിയോലൊക്കെ രക്ഷപ്പെടും. നാട്ടുകാർക്ക് എപ്പോൾ ഒരു സംരക്ഷണ. അള്ളാഹു അതിൽ അവരൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ ആഹാരം പൊളിച്ചായിത്തട്ടെ. ഒരുപാടാൾക്ക് ദ്വാരക്കണം. ഈ നാദാപുരം ഏരിയയിൽ വഫാത്തായിപ്പോൾ എല്ലാവരും കിയനോറും അങ്ങനെ ഒരുപാട് ഉസ്താദിൻ്റെ ഉപ്പ ഒക്കെ ദുനിയാവ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മക്കൾക്കൊന്നും ഒന്നും ഉണ്ടാക്കി. പക്ഷേ ആഹാർ ഒരുപാട് ഉണ്ടാക്കിയിട്ട് അവരൊക്കെ പോയത്. നമ്മളൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ദുനിയാവ് നികുതിപ്പടി വരക്കുന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ ആഹാര പലരും ഉണ്ടാക്കി. നാദാപുരം ഭാഗത്ത് കിയനോറൊന്നും ഉണ്ടാക്കിയില്ല. എന്താ ഓരോന്നും ഉണ്ടാക്കി. പക്ഷേ അമുസ്ലിം പോലും മുണ്ട് മുത്തിയത് അയച്ചിടുന്ന സിസ്റ്റം ആത്മീയത പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിമിന് മാത്രമല്ല, ഓറെന്ന് പറഞ്ഞിട്ട് ബഹുമാനിക്കുന്നത് ഇവരെ ഉപ്പയൊക്കെ അതിൽപ്പെട്ടതാ. ഓരൊക്കെ ആഹാരം ഉണ്ടാക്കി. ദുനിയാവിലൊന്നും ഒരു ഉണ്ടാക്കിയില്ല. ഒരു കഴുത്ത് ഇങ്ങനെ നീട്ടിയിട്ടൊരു നോട്ടുമാലിടാൻ വേണ്ടി ഒരിക്കലും ആ കഴുത്ത് നീട്ടി കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് മഹാരന്മാർ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട്. എങ്ങനെ അങ്ങോട്ട് പോയാൽ തന്നെ ഒരുപാടുണ്ട്. നിങ്ങളെ ഈ റോഡിന് വളയത്ത് ഇങ്ങോട്ടോ പോയാലും ഒക്കെ ഉണ്ട്, ജാതിയരി ഒക്കെ ഉണ്ട്, മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും അവരൊക്കെ മുൻനിർത്തി നമുക്കൊന്ന് ദുആ ചെയ്യാം. നമ്മളെ ആഖിറത്ത് അല്ലാഹ് വെളിച്ചാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. أوصل اللهم مثل ثواب ما قرأناه من القرآن العظيم إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات من نبيناهم وإلى حضرات من مات من بلدنا هذا خاصة. اللهم اغفر لنا ولهم ورحمنا ورحمهم وعافنا وعافيهم. അള്ളാഹു റബ്ബുൽ ഇസ്സത്താൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ, മണിക്കൂറുകൾ തന്നതിലൊരല്പസമയം ഞങ്ങൾ നിൻ്റെ ദീൻ ചർച്ച ചെയ്യാൻ ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആദ്യവും അവസാനവും ഒരൊറ്റ അപേക്ഷ മാത്രം.
പരിചയം ില്ല. നീ എല്ലാവരും റബ്ബ് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട പലരും അല്ലാ ഞങ്ങളാക്കിയവർ, ഞങ്ങൾക്ക് സ്നേഹം തന്നവർ, ഇന്ന് തന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾ ഉയർന്നു കാണാൻ, ഞങ്ങൾ നല്ല നേരത്തിൽ കാണാൻ ആഗ്രഹിച്ചവർ ഒരുപാടായി. നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ രക്തബന്ധമുള്ളവർ, സ്നേഹബന്ധമുള്ളവർ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് അടക്കം അബാത്താകുന്നതിന് 3 ദിവസം മുമ്പ് എന്നോട് ചോദിച്ചത്, നിങ്ങൾക്കിപ്പോൾ റാഹത്തല്ലേ? അന്ന് ഓർമ്മ ചോദ്യം കുറച്ച് കടണ്ടായിട്ട് അന്ന് ചോദിച്ചതാണ്. നിങ്ങൾക്കിപ്പോൾ റാഹത്തല്ലേ? 3 ദിവസം അബാത്തായിട്ട് ഞങ്ങൾക്ക് ഉയർത്തി കാണാൻ ആഗ്രഹിച്ച അവരൊക്കെ ഇന്ന് ഏതോ പള്ളിക്കാടുകളിൽ, ഏതോ മരത്തിൻ്റെ രൂപത്തിൽ, ഏതോ കോണിൽ, ഏതോ കൂരിരുത്തിൽ, കബറിൽ അവിടെ വെച്ച് കവല് മണ്ണോട് വിട്ട് തെറ്റ് മേലെ മൂടുകളിലിട്ട് മണ്ണ് വാരിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അവരുടെ ഹാല് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവർക്ക് അവിടെ സ്വർഗം നൽകണേ അല്ല, കവറ് വിശാലമാക്കണേ അല്ല. റഹ്മാനായ ഞങ്ങളുടെയും അവരുടെയും മണിയറയാക്കണേ അല്ല. റഹ്മാൻ ഇതിൻ്റെ സ്വഭാവം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഇഷ്ടക്കാർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല. ഈ വീട്ടിൽ നീ ഐശ്വര്യം ബർക്കത്തും നൽകണേ അല്ല. ഇതിന് തുറന്നു കൊടുത്തതിന് ഹൈറും ബർക്കത്തും നൽകണേ അല്ല. ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ യോജിപ്പ് വരുന്നൊരു സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും കുടുംബജീവിതവും നൽകണേ അല്ല. ഭിന്നീപ്പിനെ തൊട്ട് കാക്കണേ അല്ല. കൂടപ്പിറപ്പുകളും തമ്മിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഭാര്യഭർത്താക്കന്മാർ തങ്ങൾ അകൽച്ച നൽകേണ്ടതൊക്കെ യോജിപ്പ് നല്ല കുടുംബജീവിതം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി അതും കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ല. മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണമല്ല. കടങ്ങൾ വിട്ടിത്തരണമല്ല. സ്വദേശത്തും വിദേശത്തുള്ള ജോലികളിൽ, സംരംഭങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ വർക്ക് ചെയ്യണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك دوام العافية وحسن الخاتمة. آمين برحمتك يا أرحم الراحمين.
محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه. ചിലപ്പോൾ പ്രായോ അവസരമൊന്നും നോക്കാതെ ചില തമാശകളോ സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒക്കെ ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ്. ആരും ബാക്കി വെക്കൂല. പൊരുത്തപ്പെടുകയും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്യും. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേപ്പർ നിങ്ങൾ വാങ്ങിച്ചോ? അഭിപ്രായങ്ങൾ എഴുതി അവർ സംഘാടകരെ ഏൽപ്പിച്ചോളൂ. അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉസ്താദിൻ്റെ അടുത്ത് കൊടുത്താൽ വലിയ ഫോർ ഷീറ്റിൽ എഴുതി നോക്കി നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്.